നമസ്കാരം, വെൽക്കം ടു ഇംഗ്ലീഷ് വാവ്. മൈ നെയിം ഈസ് നിഷാദ്. രണ്ട് കാര്യങ്ങളെ കണക്ട് ചെയ്തിട്ട് നമ്മളെപ്പോഴും സംസാരിക്കാറുണ്ട്. ഇംഗ്ലീഷിൽ മാത്രമല്ല, എല്ലാ ഭാഷകളിലും നമ്മളങ്ങനെ സംസാരിക്കാറുണ്ട്. ഞാൻ മലയാളത്തിലൊരു ഉദാഹരണം പറയാം. എനിക്ക് അസുഖമായിരുന്നെങ്കിലും ഞാൻ ജോലിക്ക് പോയി. രണ്ട് കാര്യങ്ങളുണ്ട് അവിടെ, അല്ലേ? ഒന്ന് അസുഖമായിരുന്നു എന്നുള്ളത്, മറ്റേത് എന്താണ്? ജോലിക്ക് പോയിരുന്നു എന്നുള്ളത്. എനിക്ക് അസുഖമായിരുന്നു, ഞാൻ ജോലിക്ക് പോയി എന്നല്ല പറഞ്ഞത്. എനിക്ക് അസുഖമായിരുന്നെങ്കിലും ഞാൻ എന്ത് ചെയ്തു? ഞാൻ ജോലിക്ക് പോയി. അപ്പോൾ അവിടെ എങ്കിലും എന്ന് നമ്മൾ പറഞ്ഞില്ലേ, ആ ഒരു സംഗതിയാണ് എന്ത് ചെയ്യുന്നത്? ഈ രണ്ട് സെൻറ്റൻസുകളെ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇംഗ്ലീഷിൽ നമ്മൾ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള സെൻറ്റൻസുകൾ ഫ്രെയിം ചെയ്യുക? ഇംഗ്ലീഷിൽ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള സെൻറ്റൻസുകൾ ഉണ്ടാക്കുക? അതെങ്ങനെയാണ് നമ്മൾ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞാൻ രണ്ട് കാര്യങ്ങൾ പറയാം. ഷീ റാൻ വെരി ഫാസ്റ്റ്. അവൾ നന്നായിട്ട് ഓടി. ഷീ ലോസ്റ്റ് ദ റേസ്. അവൾ നന്നായിട്ട് ഓടി, അവൾ മത്സരം തോറ്റു. ഇത് രണ്ട് കാര്യങ്ങൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് പറഞ്ഞതാണ്. നമുക്കതിനൊന്ന് കൂട്ടി യോജിപ്പിക്കാം. എങ്ങനെയാണ് കൂട്ടി യോജിപ്പിക്കുക? അവൾ നന്നായിട്ട് ഓടിയിരുന്നെങ്കിലും അവൾ മത്സരം തോറ്റു. അപ്പോൾ നമ്മളവിടെ ഓൾദോ എന്ന് പറയുന്ന ഒരു വേർഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മളതിനെ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, ഓൾദോ ഷീ റാൻ വെരി ഫാസ്റ്റ്, ഷീ ലോസ്റ്റ് ദ റേസ്. എങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്? ഓൾദോ ഷീ റാൻ വെരി ഫാസ്റ്റ്, ഷീ ലോസ്റ്റ് ദ റേസ്. അവൾ നന്നായിട്ട് ഓടിയിരുന്നെങ്കിലും അവൾ മത്സരം തോറ്റു. അപ്പോൾ നമ്മൾ ഇതിനെ രണ്ടിനെയും കൂടി അവിടെ കണക്ട് ചെയ്യാണ്. ഓക്കെ, ഓൾദോ ഷീ റാൻ വെരി ഫാസ്റ്റ്. അവരെ പാർട്ടിക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അവർ പോയില്ല. അപ്പോൾ പാർട്ടിക്ക് ക്ഷണിച്ചു എന്നുള്ളൊരു കാര്യമുണ്ട്, പോയിരുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളെയും കൂടി നമ്മൾ കണക്ട് ചെയ്യാണ്. എങ്ങനെ നമ്മൾ പറയാം? They did not go to the party although they were invited. They did not go to the party although they were invited. അവരെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അവരെന്തില്ല? അവർ പാർട്ടിക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. അത് നമുക്ക് വേണമെങ്കിൽ തിരിച്ചും പറയാം. എങ്ങനെ പറയാം? Although they were invited, they did not go to the party. Although they were invited, they did not go to the party. അല്ലെങ്കിൽ they did not go to the party although they were invited. അപ്പോൾ എങ്കിലും, ആണെങ്കിലും, അല്ലെങ്കിൽ ആയിരുന്നെങ്കിലും, ഇങ്ങനെയൊക്കെയുള്ള അർത്ഥമാണ് ഇത്തരത്തിലുള്ള വാക്കുകൾക്ക് വരുന്നത്. ഓൾദോ ദേ വർ ഇൻവൈറ്റഡ്, ദേ ഡിഡ് നോട്ട് ഗോ ടു ദ പാർട്ടി. ഓൾദോ ദേ വർ ഇൻവൈറ്റഡ്, ദേ ഡിഡ് നോട്ട് ഗോ ടു ദ പാർട്ടി. ദോ ദ വെദർ വാസ് വെരി കോൾഡ് ആൻഡ് സ്നോയി, ദ കിഡ്സ് പ്ലേഡ് ഔട്ട്സൈഡ്. ഓൾദോ ദ വെദർ വാസ് വെരി കോൾഡ് ആൻഡ് സ്നോയി, ദ കിഡ്സ് പ്ലേഡ് ഔട്ട്സൈഡ്. കാലാവസ്ഥ വളരെ മഞ്ഞു മൂടിയതും അതുപോലെ തന്നെ തണുത്തതൊക്കെ ആയിരുന്നെങ്കിലും കുട്ടികൾ എന്ത് ചെയ്തു? പുറത്ത് കളിച്ചു. അപ്പോൾ അങ്ങനെ ആയിരുന്നെങ്കിലും, കാലാവസ്ഥ ഇങ്ങനെ ആയിരുന്നെങ്കിലും, കോൾഡും സ്നോയും ഒക്കെ ആയിരുന്നെങ്കിലും എന്താണ് ചെയ്തത്? കുട്ടികൾ പുറത്ത് കളിച്ചു. അപ്പോൾ അതിനെ രണ്ടിനെയും കൂടി നമ്മൾ കണക്ട് ചെയ്തതാണ്. ഏത് രണ്ടിനെയും കൂടി? കാലാവസ്ഥ മോശമായിരുന്നു എന്നുള്ളതൊന്ന്, പിന്നെ കുട്ടികൾ കളിച്ചിരുന്നു എന്നുള്ളത്. അതിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിച്ചത്? ഓൾദോ ദ വെദർ വാസ് വെരി കോൾഡ് ആൻഡ് സ്നോയി, ദ കിഡ്സ് പ്ലേഡ് ഔട്ട്സൈഡ്. Though she is very sick, she does not want to go to the doctor. Though she is very sick, she does not want to go to the doctor. എന്താണ് പറഞ്ഞാൽ? അവൾക്ക് നല്ല അസുഖമാണെങ്കിലും, though she is very sick, she does not want to go to the doctor. അവൾക്ക് ഡോക്ടറെ കാണാൻ പോകണ്ട. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളെയാണ് അവിടെ കണക്ട് ചെയ്തത്. Though she is very sick, she does not want to go to the doctor. അടുത്ത സെന്റൻസ് ശ്രദ്ധിക്കൂ. They met in order to get information from each other about the project. എന്താ പറഞ്ഞത്? They met. അവർ കണ്ടുമുട്ടി എന്നാണ് പറയണത്. They met in order to. ഇത് പരസ്പരം കണക്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. In order to. അപ്പോൾ ഈ in order to എന്നതിന് പകരം വേണമെങ്കിൽ to നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ഒരു കാര്യത്തിന് വേണ്ടി, അല്ലേ? They met in order to get information from each other. അതായത് പരസ്പരം ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, വിവരങ്ങൾ പരസ്പരം കിട്ടാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു? അവർ കണ്ടുമുട്ടി. എന്തിനെ കുറിച്ചുള്ള വിവരമാണ്? അബൌട്ട് ദ പ്രൊജക്റ്റ്. അപ്പോൾ അവർ കണ്ടുമുട്ടി എന്നുള്ളത്, പരസ്പരം വിവരങ്ങൾ കിട്ടുക എന്നുള്ളത്, ഈ രണ്ട് കാര്യങ്ങളെയും കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ ഇൻ ഓർഡർ ടു എന്നുള്ളത് നമ്മൾ ഉപയോഗിച്ചത്. അപ്പോൾ ദേ മെറ്റ് ഇൻ ഓർഡർ ടു ഗെറ്റ് ഇൻഫർമേഷൻ ഫ്രം ഈച്ച് അതർ അബൌട്ട് ദ പ്രൊജക്റ്റ്. ഞാൻ ഞായറാഴ്ചകളിൽ ജോലിക്ക് പോകാറുണ്ട്, പക്ഷേ ശനിയാഴ്ചകളിൽ ഞാൻ ജോലിക്ക് പോകാറില്ല. ഞാൻ ഞായറാഴ്ചകളിൽ ജോലിക്ക് പോകാറുണ്ട്, പക്ഷേ ശനിയാഴ്ചകളിൽ ഞാൻ ജോലിക്ക് പോകാറില്ല. ഇത് നമ്മൾ എങ്ങനെ പറയാം? ഐ ഗോ ടു വർക്ക് ഓൺ സൺഡേയ്സ്. ഐ ഗോ ടു വർക്ക് ഓൺ സൺഡേയ്സ് ബട്ട്. ഈ ബട്ട് വെച്ചിട്ടാണ് നമ്മളവിടെ കണക്ട് ചെയ്യുന്നത്. ഐ ഗോ ടു വർക്ക് ഓൺ സൺഡേയ്സ് ബട്ട് ഐ ഡോണ്ട് ഗോ ടു വർക്ക് ഓൺ സാറ്റർഡേയ്സ്. സാറ്റർഡേയ്സിൽ ഞാൻ എന്ത് ചെയ്യാറില്ല?
ജോലിക്ക് പോകാറില്ല. നെക്സ്റ്റ് സെൻറ്റൻസ്, യു ആർ ഇമ്പോർട്ടൻറ്റ് ടു മീ നൺലെസ് സംടൈംസ് ഐ ഫീൽ ലൈക്ക് യു ഡോണ്ട് ടേക്ക് കെയർ ഓഫ് മീ. എന്താ അങ്ങനെ പറഞ്ഞാൽ, യു ആർ ഇമ്പോർട്ടൻറ്റ് ടു മീ, നീ എനിക്ക് പ്രിയപ്പെട്ട ആൾ തന്നെയാണ്, യു ആർ ഇമ്പോർട്ടൻറ്റ് ടു മീ. എന്നാലും എങ്കിൽ കൂടിയും നൺലെസ് എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മൾ അവിടെ ഉപയോഗിച്ചു അല്ലേ, നൺലെസ്. യു ആർ ഇമ്പോർട്ടൻറ്റ് ടു മീ നൺലെസ് സംടൈംസ് ഐ ഫീൽ ലൈക്ക് യു ഡോണ്ട് ഈവൻ ടേക്ക് കെയർ ഓഫ് മീ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും എന്താണ്, ചില സമയത്ത് നീ എന്നെ കെയർ ചെയ്യാത്ത പോലെയൊക്കെ എനിക്ക് തോന്നാറുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഏത് രണ്ട് കാര്യങ്ങളെ? യു ആർ ഇമ്പോർട്ടൻറ്റ് ടു മീ എന്നുള്ളത്, ചില സമയത്ത് നീ എന്നെ കെയർ ചെയ്യാത്ത പോലെ എനിക്ക് തോന്നാറുണ്ട് എന്നുള്ള ഈ രണ്ട് കാര്യങ്ങളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളവിടെ നൺലെസ് എന്ന് പറയുന്ന ഒരു വേർഡ് ഉപയോഗിച്ചു. ഒന്നുകൂടി പറയാം, യു ആർ ഇമ്പോർട്ടൻറ്റ് ടു മീ നൺലെസ് സംടൈംസ് ഐ ഫീൽ ലൈക്ക് യു ഡോണ്ട് ഈവൻ ടേക്ക് കെയർ ഓഫ് മീ. മാർക്കും മേരിയും ഇന്നലെ സ്കൂളിൽ ഉണ്ടായിരുന്നില്ല. മാർക്ക് എന്നുള്ളത് ഒരാളെ പേരാണേ. അപ്പോൾ മാർക്കും ഉണ്ടായിരുന്നില്ല, മേരി ഉണ്ടായിരുന്നില്ല, രണ്ടാളും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയണത്. മാർക്കും ഉണ്ടായിരുന്നില്ല, മേരി ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ എങ്ങനെ പറയാം? അപ്പോൾ അത് ഇങ്ങനെയാണ് നമ്മൾ പറയാം, നീദർ മാർക്ക് നോർ മേരി were at school yesterday. Neither Mark nor Mary were at the school yesterday. Neither Mark, അതായത് മാർക്കോ, നോർ മേരി, മേരിയോ, രണ്ടാളും ഇല്ല എന്ന് പറയുമ്പോഴാണ് നമ്മൾ നീദർ നോർ ഉപയോഗിക്കുക കേട്ടോ. സോ നീദർ മാർക്ക് നോർ മേരി വെയർ അറ്റ് ദി സ്കൂൾ യെസ്റ്റർഡേ. ഇന്നലെ ആയിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ വെയർ ഉപയോഗിക്കുന്നത്. സോ നീദർ മാർക്ക് നോർ മേരി വെയർ അറ്റ് ദി സ്കൂൾ യെസ്റ്റർഡേ. നിങ്ങൾക്ക് കൂടുതൽ സ്വപ്നം കാണാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചെയ്യാൻ കഴിയും. അത് നമ്മൾ ഇങ്ങനെയാണ് പറയാം, ദ മോർ വെച്ചിട്ടാണ് പറയാം. ദ മോർ യു ക്യാൻ ഡ്രീം, ദ മോർ യു ക്യാൻ ഡ്രീം, ദ മോർ യു ക്യാൻ ഡു. എന്താണ്? ദ മോർ യു ക്യാൻ ഡ്രീം, ദ മോർ യു ക്യാൻ ഡു. ഞാൻ ഇന്ന് വീട്ടിലിരിക്കുന്നതിനേക്കാൾ പുറത്തു പോകാനാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഒരു കാര്യം ചെയ്യുന്നതിനേക്കാൾ മറ്റൊരു കാര്യം ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നത് അല്ലേ? ഇപ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട് ഇവിടെ. ഐ വുഡ് റാദർ ഗോ ഔട്ട്, ഐ വുഡ് റാദർ ഗോ ഔട്ട് ദാൻ സ്റ്റേ അറ്റ് ഹോം ടുഡേ. എന്താണ്? ഐ വുഡ് റാദർ ഗോ ഔട്ട് ദാൻ സ്റ്റേ അറ്റ് ഹോം ടുഡേ. അപ്പോൾ പുറത്തു പോകുക എന്നുള്ളൊരു കാര്യമുണ്ട്, വീട്ടിലിരിക്കുക എന്നുള്ളൊരു കാര്യമുണ്ട് അല്ലേ? അപ്പോൾ എങ്ങനെ പറഞ്ഞത്? ഐ വുഡ് റാദർ ഗോ ഔട്ട് ദാൻ സ്റ്റേ അറ്റ് ഹോം ടുഡേ. ഐ ഹാഡ് ബെയർലി ഗോൺ ടു ബെഡ് വെൻ ദ ഡോർ ബെൽ റാങ്. ഞാൻ ഡോർ ബെൽ അടിച്ച സമയത്ത് ജസ്റ്റ് ഞാൻ എങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നുള്ളൂ, ബെഡിലേക്ക് പോയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഐ ഹാഡ് ബെയർലി ഗോൺ ടു ബെഡ് വെൻ ദ ഡോർ ബെൽ റാങ്. അപ്പോൾ ഡോർ ബെൽ അടിച്ചു എന്നുള്ളൊരു കാര്യമുണ്ട്, ബെഡിലേക്ക് പോയി എന്നുള്ളൊരു കാര്യമുണ്ട്. ബെയർലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ജസ്റ്റ് കേട്ടോ, ആ ആക്ഷൻ നടന്നിട്ട് ജസ്റ്റ് ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പറയുന്നത്. ഐ ഹാഡ് ബെയർലി ഗോൺ ടു ബെഡ് വെൻ ദ ഡോർ ബെൽ റാങ്. ഐ വിൽ ഗോ ടു ഇംഗ്ലണ്ട് ഇൻ ഓർഡർ ടു ഇംപ്രൂവ് മൈ ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലണ്ടിലേക്ക് പോകും, എനിക്ക് എൻ്റെ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യണം എന്നുള്ളത്. ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഇൻ ഓർഡർ ടു വെച്ചിട്ടാണ് പറഞ്ഞത്. ഐ വിൽ ഗോ ടു ഇംഗ്ലണ്ട് ഇൻ ഓർഡർ ടു, ഐ വിൽ ഗോ ടു ഇംഗ്ലണ്ട് ഇൻ ഓർഡർ ടു ഇംപ്രൂവ് മൈ ഇംഗ്ലീഷ്. ഷീ ഈസ് നോട്ട് അവർ ബെസ്റ്റ് വർക്കർ ബട്ട് നെവർത്തിലെസ് ഷീ ട്രൈസ് വെരി ഹാർഡ്. അവൾ ഞങ്ങളെ നല്ലൊരു വർക്കറൊന്നുമല്ല, എന്നിരിക്കലും നേരത്തെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് വാക്ക്. ബട്ട് നെവർത്തിലെസ് ഷീ ട്രൈസ് വെരി ഹാർഡ്. അപ്പോൾ അവൾ നന്നായിട്ട് ട്രൈ ചെയ്യുന്നു എന്നുള്ളൊരു ഭാഗം, അവൾ ഞങ്ങളുടെ അത്ര നല്ല വർക്കറൊന്നുമല്ല എന്നുള്ള മറ്റൊരു ഭാഗം. ഇങ്ങനെ രണ്ട് ഭാഗങ്ങളെയും കൂടിയും കണക്ട് ചെയ്യാനാണ് ബട്ട് നെവർത്തിലെസ് എന്ന് പറയുന്ന ആ വാക്ക് നമ്മൾ ഉപയോഗിച്ചത്. ഷീ ഈസ് നോട്ട് അവർ ബെസ്റ്റ് വർക്കർ ബട്ട് നെവർത്തിലെസ് ഷീ ട്രൈസ് വെരി ഹാർഡ്. ഇന്ന് നല്ല മഴ പെയ്യുന്നുണ്ട്, എന്നാലും നമുക്ക് പുറത്തു പോയിട്ട് എൻജോയ് ചെയ്യാം. ഇന്ന് നല്ല മഴ പെയ്യുന്നുണ്ട്, എന്നാലും നമുക്ക് പുറത്തു പോയിട്ട് എൻജോയ് ചെയ്യാം. ഇറ്റ് ഈസ് റെയിനിങ് വെരി ഹാർഡ് ടുഡേ, ഇറ്റ് ഈസ് റെയിനിങ് വെരി ഹാർഡ് ടുഡേ. ഹവെവർ, ഹവെവർ എന്നാലും, അങ്ങനെയാണെങ്കിലും എന്നൊക്കെയുള്ള അർത്ഥത്തിൽ. ലെറ്റ്സ് ഗോ ഔട്ട് ആൻഡ് എൻജോയ് അവർ സെൽസ്. ഇൻ സ്പൈറ്റ് ഓഫ് ദ ഫോഗ്, അതായത് ഫോഗ് ഉണ്ടെങ്കിലും, നമ്മൾ ഈ പുകമഞ്ഞൊക്കെ ഉണ്ടല്ലോ, അതിനാണ് ഫോഗ് എന്ന് പറയുക. സോ ഇൻ സ്പൈറ്റ് ഓഫ് ദ ഫോഗ്, ഈ ഫോഗ് ഉണ്ടെങ്കിലും, അങ്ങനെ ഉണ്ടെങ്കിൽ കൂടിയും, ഇൻ സ്പൈറ്റ് ഓഫ് ദ ഫോഗ് പ്ലെയിൻസ് ആർ സ്റ്റിൽ ലാൻഡിങ്. പ്ലെയിൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പോഴും ലാൻഡ് ചെയ്യുന്നുണ്ട്. ഇൻ സ്പൈറ്റ് ഓഫ് ദ ഫോഗ് പ്ലെയിൻസ് ആർ സ്റ്റിൽ ലാൻഡിങ്. വൈൽ ഐ ലൈക്ക് പോപ്പ് മ്യൂസിക് മൈ ഹസ്ബൻഡ് ഹേറ്റ്സ് ഇറ്റ്. എനിക്ക് പോപ്പ് മ്യൂസിക് ഇഷ്ടമാണെന്നുണ്ടെങ്കിലും എൻ്റെ ഹസ്ബൻഡ് അതിനെ വെറുക്കുന്നു, അയാൾക്ക് ഇഷ്ടമില്ല എന്നുള്ള അർത്ഥം. വൈൽ ഐ ലൈക്ക് പോപ്പ് മ്യൂസിക് മൈ ഹസ്ബൻഡ് ഹേറ്റ്സ് ഇറ്റ്. ദ ലാസ്റ്റ് വൺ. ഇൻ സ്പൈറ്റ് ഓഫ് ഓൾ ദ കുക്കിംഗ് ഷോസ് ഐ ഹാവ് വാച്ച്ഡ് ഐ ആം സ്റ്റിൽ നോ ഗുഡ് ഇൻ ദ കിച്ചൺ. ഞാൻ ഒരുപാട് കുക്കിംഗ് ഷോസ് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇൻ സ്പൈറ്റ് ഓഫ് അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. ഇൻ സ്പൈറ്റ് ഓഫ് ഇങ്ങനെ കണ്ടിട്ടും അതിനപ്പുറത്തും ഇൻ സ്പൈറ്റ് ഓഫ് ഓൾ ദ കുക്കിംഗ് ഷോസ് ഐ ഹാവ് വാച്ച്ഡ് ഐ ആം സ്റ്റിൽ നോ ഗുഡ് ഇൻ ദ കിച്ചൺ. അതങ്ങനെ പറഞ്ഞാൽ ഞാനിപ്പോഴും കുക്ക് ചെയ്യാൻ അത്ര ഉഷാറല്ല, അല്ലെങ്കിൽ കിച്ചണിൽ ഞാൻ ഉഷാറല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഞാൻ അത്ര കുക്ക് ചെയ്യാൻ അത്ര കഴിവുള്ള ഒരാളല്ല. ഇൻ സ്പൈറ്റ് ഓഫ് ഓൾ ദ കുക്കിംഗ് ഷോസ് ഐ ഹാവ് വാച്ച്ഡ്, ഇൻ സ്പൈറ്റ് ഓഫ് ഓൾ ദ കുക്കിംഗ് ഷോസ് ഐ ഹാവ് വാച്ച്ഡ് ഐ ആം സ്റ്റിൽ നോ ഗുഡ് ഇൻ ദ കിച്ചൺ.
ദാറ്റ്സ് ഓൾ. ഐ ഹോപ്പ് ദിസ് സെഷൻ വാസ് യൂസ്ഫുൾ ഫോർ യു. നമ്മുടെ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളുണ്ട്, എല്ലാ ലെവലിലുള്ള ക്ലാസ്സുകളുണ്ട്. കോഴ്സിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ നമ്പർ കൊടുക്കുന്നുണ്ട്, കോൺടാക്ട് ചെയ്യാം. So that's all. Thank you for listening. We'll see you in another class. Bye bye.